തിരിച്ചു വിളിച്ചു വരുത്തിയതാണെന്നാണല്ലോ പറയുന്നത്. തിരിച്ചു വിളിച്ചു വരുത്തുമ്പോ അതിലൊരു അതൊക്കെ പോലീസ് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. പാർട്ടി ആവശ്യപ്പെടുന്നുണ്ടോ? അല്ലല്ല, ഞങ്ങൾ പോലീസിന്റെ അന്വേഷണം, ഇന്നുള്ള അന്വേഷണം തൃപ്തികരാണെന്ന് തന്നെ ഞങ്ങൾ കാണുന്നത്. കൃത്യമായി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് കൃത്യമാണ്. ആ കൃത്യമായ നിലപാടിൽ ഏതെങ്കിലും രാഷ്ട്രീയമായ ഇടപെടൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യം ഏതെങ്കിലും കക്ഷികളോ അതിന് നേതൃത്വം നൽകുന്ന CPIMന്റെ ഭാഗത്തുനിന്നോ കേസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരിടപെടലും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായി അന്വേഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോളേജ് ഉണ്ടല്ലോ, കോളേജിൽ 12 പേരെയാണ് ആദ്യം കോളേജ് നടപടിയെടുത്തത് അല്ലേ? പോലീസിന് സ്വതന്ത്രമായ അന്വേഷണത്തിലാണ് 6 പേരും കൂടി എത്തിയിരിക്കുന്നത്. അങ്ങനെ 18 ആയിരിക്കുന്നത്. ഇനിയുണ്ടോ? അവർ കണ്ടെത്തിക്കോട്ടെ, ഞങ്ങളതിൽ ഇടപെടുന്നേ ഇല്ല. തികച്ചു സുതാര്യാണ്. അപ്പൊ സാധാരണ മെഡിക്കൽ ഇതനുസരിച്ചിട്ട് 72 മണിക്കൂർ ആവുമ്പോഴേക്ക് കുട്ടി തളർന്നു വീഴുന്നതാണ്. ഈ ഒരു കുട്ടി സ്വയം എഴുന്നേറ്റ് പോയി അത് കെട്ടി തൂങ്ങി മരിച്ചു എന്നതിലൊരു അതിൽ ഈ കുറ്റം അതുപോലെ അന്വേഷിക്കണമെന്ന് പാർട്ടി. ഞാൻ പറയുന്നത് അതെല്ലാം അന്വേഷിക്കാനും പരിശോധിക്കാനും എത്ര ശാസ്ത്രീയ സംവിധാനം ഇവിടെ ഉണ്ട്. ഒരു വർഷം എനിക്കറിയാം, അല്ല ഞാൻ അറിയാം, ഒരു വർഷം മരിച്ചു, ഒരു വർഷം കഴിഞ്ഞിട്ട് കുഴിച്ചെടുത്ത ബോഡി, ആ ബോഡി എടുത്തിട്ട് അതിന്റെ മരണകാരണം കൊലപാതകമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്ര വളർച്ചയുള്ള നാടാണ്. ഞാൻ എന്റെ അനുഭവത്തിലുണ്ട്. ആനപ്പാറയിൽ പണ്ട് സ്ത്രീ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ബോഡി എടുത്തത് കുഴിയുന്നു. കാരണം ഒരു വർഷം സ്വാഭാവിക മരണത്തിന് മറവ് ചെയ്ത ബോഡി ഒരു വർഷം കഴിഞ്ഞ് എടുത്തിട്ട് പരിശോധനയിൽ പിന്നീടാണ് അതിന്റെ വിഷയം വരുന്നത്. എടുത്തിട്ട് അതിന്റെ കൊലപാതകമാണെന്ന് കണ്ടെത്തിയ നാടാണ്. അതിന് ശാസ്ത്രം ഇവിടെ വളർന്നിട്ടുണ്ട്. അതിന് ഏത് മാർഗം വേണേ സ്വീകരിച്ചോട്ടെ, ഞങ്ങളതിനെതിരില്ല. അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മരണപ്പെട്ട ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളോ ആരോ അവരെ മാനസികമായി പീഡിപ്പിച്ചിട്ടോ അല്ലാതെയോ ആണ് ആ കുട്ടി മരിച്ചതെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ കൃത്യമായി ശിക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവണമെന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല. അതിന്റെ കൂടെ ഞങ്ങൾ കോളേജ് അതോറിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടായിരുന്ന ആരോപണം. കോളേജ് അതോറിറ്റിയുടെ കയ്യിൽ വീഴ്ചയുണ്ടെങ്കിൽ അവർ പരിശോധിച്ചിട്ട്. പക്ഷെ ഗവർണർ പിന്നെ ഇപ്പത്തെ കളി ഉണ്ടല്ലോ, അത് ഗവർണർ സാധാരണ കേരള രാഷ്ട്രീയത്തിൽ കളിക്കുന്ന കളിയാണ്. ഗവർണർക്ക് ഇവിടെ വേറെന്താ അതോറിറ്റി ഒന്നുമില്ലേ? ഗവർണർ കളിക്കുന്ന കളി എന്തിനാ ദുർബലപ്പെടുത്തുക? 3 ദിവസം VC കോളേജിലുണ്ടായിട്ട് ഇടപെട്ടില്ല. അല്ല, ഗവർണർ ചാൻസലറാണ്. ഗവർണർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ചാൻസലർ എന്ന രീതിയിൽ അതേ ഇടപെടുന്നത്. ചാൻസലർക്ക് പ്രത്യേക ഇതൊന്നുമില്ല. പക്ഷെ ഗവർണർ ആയതുകൊണ്ടാണ് അദ്ദേഹം ഒരു നടപടി സ്വീകരിക്കുമ്പോൾ നിയമാനുസൃതമായ കാര്യങ്ങൾ നടപടി സ്വീകരിക്കണ്ടേ? അതേ ഇടപെടുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തേടേണ്ടത്. അതിനൊക്കെ വ്യവസ്ഥയുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, നിയമപരമായിട്ടല്ല ഗവർണർ ഇടപെട്ടിരിക്കുന്നതെന്ന്. അതൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ, അതൊക്കെ നിയമപരമായ കാര്യങ്ങൾ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പൂക്കോട് കോളേജിലെ മുഴുവൻ കുട്ടികളും മോശക്കാരാണ്. അവിടെ ഒരു കുട്ടികൾ എന്താ അവിടുത്തെ സംഭവത്തിന്റെ അടിസ്ഥാന കാരണമൊക്കെ എല്ലാവർക്കും അറിയാം. മൂലകാരണം എന്താണെന്ന് ഒരു തർക്കമുണ്ടായി. ഒരു പെൺകുട്ടിയോട് പെരുമാറിയുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഇങ്ങനെയല്ല അവസാനിപ്പിക്കേണ്ടത്. അതിന് നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. തെറ്റായ ഒരു മാർഗത്തിലേക്ക് പോയി. ആ തെറ്റായ മാർഗത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. അതൊരു കുട്ടിയുടെ മരണത്തിന് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് ഇപ്പോഴുള്ള സംഭവം. അതിന്റെ കൂടെ വാഹനാപകടത്തിൽ ഒരു സീനിയർ വിദ്യാർത്ഥി അവിടെ മരിച്ചുപോയി. ആർക്കും ആക്ഷേപമില്ല, ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാൾ, ഉത്തരവാദപ്പെട്ട ഒരാൾ പറയുമ്പോഴേ പിന്നെ ആ കാര്യങ്ങളെല്ലാം വസ്തുതപരമായിട്ട് പറയണ്ടേ? പൊടിപ്പും തൊങ്ങലും വെച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്ന രീതി അല്ല വേണ്ടത്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറയണം. നിങ്ങളൊക്കെ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരല്ലേ? അല്ല, കോഫി ബോർഡിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തെ സിദ്ധാർത്ഥിന്റെ വീട് അന്വേഷിച്ച് വയനാട്ടിലേക്ക് വന്ന ആൾക്കാരുണ്ട്. എന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് സിദ്ധാർത്ഥിന്റെ വീട് അന്വേഷിച്ച ആൾക്കാരുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അങ്ങനെ വരുന്ന മാങ്കൂട്ടത്തിലെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പറയുന്നതിന് ഒരർത്ഥമില്ല. മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഈ ഇതിൽ കയറി കുത്തിരുന്നിട്ട് എന്തെല്ലാം പറയുന്നതെന്ന് മാങ്കൂട്ടത്തിൽ തന്നെ അറിയോ? സത്യത്തിൽ അറിയോ?